നമസ്കാരം. രാഹുൽ ഗാന്ധി ഇന്ന് ഒരു പുതിയ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നതിന് യാതൊരു അതിശയോക്തിയുമില്ല എന്നാണ്. അയാൾ പറയുന്നത് മിസ് ഇന്ത്യ മത്സരത്തിൽ SC/ST സമുദായങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെന്ന്. അയാൾ ലിസ്റ്റൊക്കെ നോക്കിയെന്ന്. ഇതിന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ മിസ് ഇന്ത്യ കോമ്പറ്റീഷനും സിനിമയിലേക്കും സ്പോർട്സിലേക്കും ഒക്കെ ആളിനെ എടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണ്. അങ്ങനെ മറ്റോ ആണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ജാതി സംവരണം വേണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഈ വിവരക്കേടിന് ഉത്തരവാദി രാഹുൽ ഗാന്ധി മാത്രമല്ല, അയാളുടെ കൂടെ വന്ന് അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന, അയാളെ ഉപദേശിക്കുന്ന ആൾക്കാരോട് ഇതിന് ഉത്തരവാദികളാണ്. ഇയാളുടെ മനസ്സ് മുഴുവൻ ജാതി ചിന്തയാണ്, മതചിന്തയാണ്. ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിനെ എങ്ങനെ വിഭജിക്കാമെന്ന് നോക്കി നടക്കുന്ന ആളാണ് ഇയാൾ. ഒന്നാമത്, ഈ പിന്നോക്കക്കാരെ ഇപ്രകാരം അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധി നിർത്തണം. അവരോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല ഈ മണ്ടത്തരം വിളിച്ചു പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഈ OBC-കാരുടെ കുറേ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്നോട്ടാണ് ഇയാൾ കരുതി വെച്ചിരിക്കുന്നത്. OBC-കാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ എക്കാലത്തും മുസ്ലിം പ്രീണനത്തിന് വേണ്ടി തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്നിട്ടാണ് അയാൾ വന്ന് OBC-കാർക്ക് വേണ്ടി കരഞ്ഞു കാണിക്കുന്നത്. നമ്മുടെ ഭരണഘടന മതപരമായ സംവരണം അനുവദിക്കുന്നില്ല. മതത്തിൻ്റെ പേരിൽ ഒരാൾക്കും നമ്മുടെ ഭരണഘടന സംവരണം അനുവദിക്കുന്നില്ല. നമ്മുടെ ഭരണഘടനാ പ്രകാരം സംവരണത്തിന് അവകാശമുള്ളത് ഹിന്ദു സമുദായത്തിലെ OBC, SC, ST വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ഭരണഘടന അവർക്ക് കൊടുക്കുന്ന ഈ സംവരണവും 50% മുകളിൽ പോകുവാൻ പാടില്ല എന്നാണ്. ഈ സംവരണത്തിൽ ഈ 50%-ൽ 30% OBC-ക്കും ബാക്കി 20% SC/ST വിഭാഗങ്ങൾക്കുമാണ് ഭരണഘടന അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പുതിയ വിഭാഗത്തിനെ സംവരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെങ്കിൽ അവരെയും ഈ 50%-നുള്ളിൽ ഉൾപ്പെടുത്തുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുടെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ ശതമാനം കുറച്ചാൽ മാത്രമേ പുതിയൊരു വിഭാഗത്തിന് ഈ പരിധിയിൽ, സംവരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. രാഹുൽ ഗാന്ധി വലിയ OBC സ്നേഹമൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവർ ശ്രമിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംവരണത്തിൻ്റെ ഈ 50% പരിധിയിൽ കൊണ്ടുവരുവാനാണ്. നമ്മുടെ ഭരണഘടന മതപരമായ സംവരണം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്നത്, ആദ്യം മുസ്ലിങ്ങളെ ആ സംസ്ഥാനത്ത് OBC വിഭാഗത്തിൽപ്പെടുത്തും. അത് സ്റ്റേറ്റിന് ചെയ്യാം. എന്നിട്ട് OBC-യുടെ 30% സംവരണ പരിധിയിൽ നിന്നും മുസ്ലിങ്ങൾക്കും കൊടുക്കും. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. അതായത് OBC സ്നേഹം പറഞ്ഞുകൊണ്ട് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കും. അങ്ങനെ മുസ്ലിം വോട്ട് കിട്ടും. ഇലക്ഷനിൽ OBC സ്നേഹം പറഞ്ഞ് അവരുടെ വോട്ടും മേടിക്കും. ഇതാണ് ഇവരുടെ തന്ത്രം. മുസ്ലിങ്ങളുടെ ഈ OBC വൽക്കരണം കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ മുസ്ലിങ്ങളെ OBC കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അവർക്ക് സംവരണവും കൊടുക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ മുസ്ലിങ്ങൾ OBC-യിലാണ്. കേരളത്തിൽ മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗവും OBC കാറ്റഗറിയിലാണ്. ഈ മുസ്ലിം റിസർവേഷൻ മുഴുവനും യഥാർത്ഥത്തിൽ OBC-കൾക്ക് കിട്ടേണ്ട പരിധിയിൽ നിന്നുമാണ് എടുത്തു കൊടുക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ OBC സ്നേഹം പച്ച പൊള്ളത്തരവും അഭിനയവും കള്ളത്തരവുമാണ്. ഇതിന് രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്നും ഡോക്ടർ അംബേദ്കർ രാജിവെക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് നെഹ്റുവിൻ്റെ ഈ മുസ്ലിം പ്രീണനമായിരുന്നു. അംബേദ്കറിൻ്റെ രാജിക്കത്തിൽ നിന്നും കുറച്ച് ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രാജിക്കത്തിലാണ് പ്രധാനമന്ത്രിയുടെ മുഴുവൻ സമയവും, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഞാൻ എതിരല്ല, എന്നാൽ അവരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്നതിന് ഞാൻ എതിരാണ്. താങ്കൾ എന്തുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും താല്പര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല? മുസ്ലിങ്ങളെക്കാൾ ശ്രദ്ധയും പരിരക്ഷയും അർഹിക്കുന്നത് അവരാണ്. 1951 ഒക്ടോബർ 10 നെഹ്റു ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എഴുതിയ കത്തിലെ വരികളാണ് ഞാൻ വായിച്ചത്. രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് നെഹ്റുവുമായി കമ്പയർ ചെയ്യുമ്പം സാമാന്യ ബുദ്ധി അല്പം കുറവായതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ മണ്ടത്തരമായിട്ട് വെളിയിൽ വരുന്നെന്നുള്ളതേ ഉള്ളൂ. ഈ ഒളിമ്പിക്സിലും മിസ് ഇന്ത്യ കോമ്പറ്റീഷനിലൊക്കെ ജാതി അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോട് എനിക്ക് 1-2 ചോദ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, താങ്കളുടെ വീട്ടിലെ കുക്കിൻ്റെ ജാതി എന്താണ്? താങ്കളുടെ ഡ്രൈവറിൻ്റെ ജാതി എന്താണ്? താങ്കളുടെ വീട്ടിലെ ഗാർഡനറിൻ്റെ ജാതി എന്താണ്? താങ്കളുടെ വീട്ടിൽ വരുന്ന പ്ലംബറും ഇലക്ട്രീഷ്യനും അവരുടെ ജാതികൾ എന്താണ്? താങ്കൾക്ക് PA ഇല്ലേ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അവരുടെ ജാതി എന്താണ്? താങ്കളെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ജാതി എന്താണ്?
കോൺഗ്രസ് പാർട്ടിയുടെയും താങ്കളുടെയും സ്പോക്സ് പേഴ്സൺസ് ഇല്ലേ, അവരുടെ ജാതി എന്താണ്? ആദ്യം താങ്കൾ അവരോടൊക്കെ പോയി അവരുടെ നെറ്റിയിൽ അവരുടെ ജാതി എഴുതി വെക്കുവാൻ പറയും. അങ്ങനെ താങ്കൾ ചെയ്യാൻ ശ്രമിച്ചാൽ താങ്കൾ ചെയ്യുന്ന മണ്ടത്തരത്തിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് താങ്കൾക്ക് അന്നേ മനസ്സിലാവത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.